നമസ്കാരം. സിദ്ദിഖിക്ക എവിടുന്നാ വരുന്നേ? ഞാൻ കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത്. ശരി, അപ്പം ഇന്ന് പെർഫോം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. പെർഫോം ചെയ്യാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം അല്ലേ? ശരി, അപ്പൊ തുടങ്ങിക്കോ ചേട്ടാ. ഓക്കെ, ഞാൻ ആദ്യം പെർഫോം ചെയ്യുന്നത് നമ്മുടെ സിദ്ദിഖ് സാറിനെയാണ്. അദ്ദേഹത്തെ ഒന്ന് തീർച്ചയായിട്ടും നാദിർഷ പറഞ്ഞതുപോലെ എൻ്റെ ആദ്യ സിനിമ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ അന്ന് അത് നമ്മുടെ മാമുക്കോയ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഹംസക്കോയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹം തൻ്റെ മകളെ കെട്ടിക്കാൻ അല്ല തൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൈസ ഈ ബാലകൃഷ്ണന് കടം കൊടുക്കുകയാണ്. ഈ പൈസക്ക് വേണ്ടിയിട്ട് ബാലകൃഷ്ണൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ചുണ്ടായിട്ടുള്ള ഒരു രസകരമായ സീനുണ്ട്. അവിടെ വന്നിട്ട് ഇയാൾ ഒരുപാട് ബഹളമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് വളരെ ഇമോഷണലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് തിയേറ്ററിൽ വലിയൊരു കയ്യടിയാണ് ഉണ്ടാക്കിയത്. വലിയൊരു സംഭവമായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം. അടിപൊളി. പേര് പോലെ തന്നെ ആ ഡയറക്ടറിന്റെ വോയിസ് കേട്ടപ്പോ എനിക്ക് ഏകദേശം സാമ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? വോയിസ് ആണ്. സൂപ്പർ. അപ്പൊ ഇനി ആരുടെയാണ് നമുക്ക് കേൾക്കാൻ പറ്റാ? ഇനി നമ്മുടെ ബഹദൂർഗ എന്റെ നാട്ടുകാരനാണ്. ഒരു 10,000 രൂപയെങ്കിലും എനിക്ക് കടമായിട്ട് താനൊന്ന് തരാമെന്നും പറഞ്ഞല്ലേ എൻ്റെ കയ്യിൽ നിന്നും പുരയിടത്തിൻ്റെ എല്ലാം വാങ്ങിയത്. എന്നെ ചതിക്കുമായിരുന്നു അല്ലേ ദുഷ്ട. സൂപ്പർ മനോഹരായിട്ടുണ്ട്. ഇനി ആരുടെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റാ? ശരി, മലയങ്കുന്ന് എന്ന് പറയുന്ന സിനിമയില് ജാഫർക്ക ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു ലൈവ് വോയിസ് ആണ് നമ്മൾ ട്രൈ ചെയ്യാണ്. ജാഫർക്ക മലയങ്കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കിടന്നേ എറണാകുളം, ബോംബെ, ഈരാറ്റുപേട്ട ഇവിടെയൊക്കെ അതിൻ്റെ ഷൂട്ട് കിടന്നേ. ഇത് ഒരു ഉരുൾപൊട്ടലിൻ്റെ പടമാണ്. അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കല്ലും മണ്ണും ചെളിയും ഇതൊക്കെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അത് റൂട്ടിലാണ് അവിടെ ഒന്നും പറയാനില്ല. അത് പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ ഉള്ളവരൊക്കെ അറിയാമല്ലോ, വലിയ പുലികളാണ്. നല്ലൊരു ട്രൈ ആയിരുന്നു അത്. ഇനി ഏതെങ്കിലും ട്രൈ ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? അജു വർഗീസ്. ശരി, മാസ്റ്റേഴ്സ് തീർന്നു. ഇനി അജു ഏട്ടന്റെ വോയിസ് ആണ് കേൾക്കാൻ പോകുന്നത്. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, നിനക്കൊക്കെ ഇത് എന്തോന്നിൻ്റെ കേടാ? ഇതിപ്പോ ഇടിവെട്ടേറ്റവന് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ എന്നെ ഈ പരിപാടിക്ക് വിളിക്കരുത്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇനി ആരുടെ നമുക്ക് കേൾക്കാൻ പറ്റാ വോയിസ്? അനൂപ് ചന്ദ്രൻ. ശരി, അനൂപേട്ടന്റെ വോയിസ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേരളം സംസാരിക്കുന്നത് കോവിഡിനെ കുറിച്ചാണ്. കുറച്ചു കാലം മുമ്പ് കേരളം സംസാരിച്ചിരുന്നത് വവ്വാലിനെ കുറിച്ചാണ്. മോൺസാൻഡോ കമ്പനി കേരളത്തിൽ വന്ന് റിസർച്ച് നടത്തി. ഇവിടെ എന്തുകൊണ്ടാണ് കീടനാശിനികളുടെ ആവശ്യമില്ലാത്തത്? ആ റിസർച്ചിന്റെ റിസൾട്ട് ഇവിടെ തവള എന്നൊരു ജീവി ഉള്ളത് കൊണ്ടാണ് എന്നാണ്. പിറ്റേ ദിവസം വിദേശ രാജ്യങ്ങൾ തീരുമാനിച്ചു ഇവിടത്തെ തവളകളെ മൊത്തം കയറ്റിവിടാൻ. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെയായിരുന്നു എല്ലാ പെർഫോമൻസും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാനല്ല പറയേണ്ടത്, നമ്മുടെ മാസ്റ്റേഴ്സ് ആണ് ഇതിനെ കുറിച്ച് പറയേണ്ടത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് നാദിക. സിദ്ദിഖ് നമ്മുടെ ഡയറക്ടർ സിദ്ദിഖയുടെ ശബ്ദമാണ് ഏറ്റവും ഗംഭീരമായിട്ട്. അത് ശരിക്കും ലോഞ്ചിങ് കറക്റ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ചെയ്ത പല ശബ്ദങ്ങളും നല്ലായിരുന്നു. എത്ര വർഷമായിട്ട് ഫീൽഡിൽ വന്നിട്ട്? ഞാൻ ഒരു 30 വർഷത്തിന് മേളിൽ ഫീൽഡിലുണ്ട്. 30 വർഷമല്ലേ? അപ്പോൾ നമുക്കങ്ങനെ പ്രായം എന്ന് പറയുന്നത് കലക്കില്ല. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കല വളരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മതി. വേറെ നമ്മളും അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനിയും അത് തുടരുക. കുറേ വർഷങ്ങൾ, ഇനി എത്ര വർഷം കഴിഞ്ഞാലും ആ കാലഘട്ടങ്ങളിൽ പുതിയ പിള്ളേരുടെ ശബ്ദങ്ങളും അനുകരിക്കാൻ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിദ്ദിഖ് ഭായ് നല്ലൊരു കലാകാരനാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ എത്ര മിമിക്രി ഒരു യഥാർത്ഥ കലാകാരൻ എത്ര കാലം മാറി നിന്നാലും ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. ആ ഒരു ടച്ച് വിട്ടു പോവാതെ ഇതിനോടുള്ള ഒരു അടങ്ങാത്തൊരാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു നാൾ വേദി തുറന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലേ? അത്ര നന്നായിട്ട് പെർഫോം ചെയ്തതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. എടുത്തു പറയേണ്ട അങ്ങയുടെ സെലക്ഷൻസാണ്.
നമ്മുടെ ടോണുമായിട്ട് ചേരുന്ന സെലക്ഷൻസ്, അതുപോലെ തന്നെ വളരെ ടോൺ കൺട്രോൾഡ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഇത്ര നന്നായിട്ട് ചെയ്യുന്നു വിചാരിക്കാതെ പ്രസൻറ്റ് ചെയ്യുന്നതിന് മാത്രം ചിലപ്പോൾ മിമിക്രി ടച്ച് വിട്ടിട്ട് ഞാനിങ്ങനെ വളരെ സാധുവായ രീതിയിൽ പറഞ്ഞിട്ട് ഐറ്റത്തിലേക്ക് കിടക്കുമ്പോൾ താരത്തിലേക്ക് വരുമ്പോഴേക്കും നന്നായിട്ട് ടോൺ കൺട്രോൾ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കറതീർന്ന ഒരു കലാകാരന് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വേദികൾ കിട്ടട്ടെ, നല്ല നല്ല സംഭവങ്ങൾ വരട്ടെ, ഇവൻ്റൊക്കെ മനോഹരമായിട്ട് വരട്ടെ. എല്ലാ ആശംസകളും കേട്ടോ. താങ്ക് യു. യെസ് ജാഫ്രിക്ക എനിക്ക് വേറെ സന്തോഷം എന്താ പറഞ്ഞോ. സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ട് കാക്കു എന്ന് പറഞ്ഞു. എൻ്റെ 2 മക്കളുടെ മൂത്തത് മോളാണ്. മോളുടെ ഭർത്താവിനെ കാക്കു എന്ന് വിളിക്കുന്നത്. അടിപൊളിയാ. മോളുടെ ഭർത്താവിനെ കാക്കു എന്താണ് അവിടെ എൻ്റെ മോള് വിളിക്കുന്നതും അവിടെ വീട്ടിലെല്ലാം വിളിക്കുന്നത്. പെരുന്തൽമണ്ണ 1.5 വയസ്സുള്ള മോളുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു 3-4 പഴയ പാസ്പോർട്ട് എടുത്തിട്ട് എൻ്റെ പഴയ പടങ്ങളിലെ അപ്പം ഒരെണ്ണം താടിയുള്ള, ഒരെണ്ണം കുറച്ച് താടിയുള്ള, പിന്നെ ഒരെണ്ണം താടി ഇല്ലാത്ത കുറച്ച് കാലം മുമ്പ് എടുത്തു. അതെടുത്ത് വെച്ച് ഈ എന്നെ കുഞ്ഞിനോട് ചോദിച്ചു, ഇതാരാ? തള്ള ചോദിക്കുക, ഇതാരാ ചോദിച്ചോ. കുഞ്ഞ് കാക്കു എന്നെ പോലെ പയ്യനെ അതുപോലെ ഇരിക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞു വരെ കാക്കുന്നു. അപ്പൊ കാക്കോടെ പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു കാക്കൂനെ. കാക്കുനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇഷ്ടപ്പെട്ട കാക്കുന് ഞങ്ങൾ ഒരു ചെറിയ സമ്മാനം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്ക പ്ലീസ് ജോയിൻ us. സിദ്ദിഖ് കാക്കുവിന് ലഭിക്കുന്നു ലണ്ടൻ ക്ലാസിക് നൽകുന്ന മനോഹരമായ സമ്മാനം.